ആരാണ് സംരക്ഷണം ആഗ്രഹിക്കാത്തത്? നാം ഒരു വീട് പണിതാൽ, നാം ഒരു വാഹനം വാങ്ങിയാൽ, എന്തു തന്നെയാണെങ്കിലും വില കൊടുത്ത് വാങ്ങുന്നതിനെ സൂക്ഷിക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഗുഡ് മോർണിംഗ്, പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ എനിക്ക് ധ്യാനിക്കാൻ ലഭിച്ചിരിക്കുന്നത് 121 സങ്കീർത്തനം. 121 സങ്കീർത്തനം വായിക്കാത്തവരായിട്ട് ആരുമില്ല. നമുക്കെല്ലാം കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ് അതിലെ ഓരോ വാക്യങ്ങളും. ഈ സങ്കീർത്തനം ഇത്രയും ജനകീയമാകാൻ കാരണം ഒരുപക്ഷെ നമ്മളുമായി ഒരുപാട് ബന്ധമുള്ള ഒരു സങ്കീർത്തനമായതുകൊണ്ടാണ്. ഈ സങ്കീർത്തനത്തിന്റെ പ്രതിപാദ്യ വിഷയം ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ഒരു ഭക്തന് ലഭിക്കുന്ന ദൈവിക സംരക്ഷണത്തെ കുറിച്ചാണ്. ആരാണ് സംരക്ഷണം ആഗ്രഹിക്കാത്തത്? നാം ഒരു വീട് പണിതാൽ, നാം ഒരു വാഹനം വാങ്ങിയാൽ, എന്തു തന്നെയാണെങ്കിലും വില കൊടുത്ത് വാങ്ങുന്നതിനെ സൂക്ഷിക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട്. നമ്മുടെ കർത്താവിന്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലേക്കും ഏറ്റവും വലിയ സംരക്ഷണം നമുക്കാണ് ദൈവം നൽകുന്നത്. ലോക പോലീസായിരുന്ന അമേരിക്കയ്ക്ക് സംഭവിച്ച വലിയ തകർച്ചയ്ക്ക് ഞാനും നിങ്ങളൊക്കെ സാക്ഷികളായതാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ എത്രത്തോളം ആവേശത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം, അതിന് ഈ സങ്കീർത്തനം നമ്മെ സഹായിക്കും. 8 വാക്യങ്ങൾ ഇതിനകത്തുള്ളെങ്കിലും ഇതിന്റെ ചിന്തകൾ വളരെ വിശാലമാണ്. 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. ഒരു ഭക്തനെ സംബന്ധിച്ച് അവന്റെ അകത്തെ വിശ്വാസം എന്ന് പറയുന്നത് അവന് സഹായകനായി ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല അവന്റെ സഹായത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവന്റെ സഹായത്തിന്റെ വാഗ്ദത്തം ഉയരത്തിലെ ദൈവമാണ് നൽകുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ പോരാ, സൃഷ്ടാവാം ദൈവം, ഓൾ പവർഫുൾ എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ദൈവമല്ല നമ്മെ സഹായിക്കുന്നത്. ഇന്ന് പല ദൈവങ്ങൾക്കും അടുത്തൊരു പ്ലേസിലേക്ക് പോകണമെങ്കിൽ മനുഷ്യൻ എടുത്തുകൊണ്ട് പോകണം, അല്ലേ? എന്തൊരു ഗതികേടാണ് ശരി. എന്നാൽ നാം ഉണ്ടാക്കിയ ദൈവത്തെ അല്ല, നമ്മെ ഉണ്ടാക്കിയ, അല്ല, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച, നാം ഈ കാണുന്ന സർവചരാചരങ്ങളും സൃഷ്ടിച്ച ദൈവം നമ്മുടെ വിഷയത്തെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതത്ര സന്തോഷമുള്ള കാര്യമാണ്. നമുക്കറിയാം, ആഫ്രിക്കയുടെ ഇരുളടഞ്ഞ ഭൂഖണ്ഡം, അവിടെ 1800 കാലഘട്ടങ്ങളിൽ സുവിശേഷവുമായി പോയ ഡേവിഡ് ലിവിങ്സ്റ്റണിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങളും കേട്ടറിവോ വായിച്ചറിവോ ഉണ്ടായേക്കാം. ചെറുപ്പം മുതൽ തന്റെ പിതാവ് തന്നോട് പറഞ്ഞിട്ടുള്ള മിഷണറി കഥകൾ കേട്ട് ആ മനുഷ്യന്റെ ഉള്ളിൽ ആവേശം ഉണ്ടായി. അങ്ങനെ അദ്ദേഹവും ഈ ആഫ്രിക്കയിലേക്ക് പോയി. പക്ഷെ പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം ഇങ്ങനെയാണ്: കർത്താവേ, എന്നെ എവിടെ വേണമെങ്കിലും അയച്ചുകൊള്ളൂ, പക്ഷെ അങ്ങ് കൂടെ ഉണ്ടായാൽ മതി. ഏത് ഭാരവും എന്നെ ഏൽപ്പിച്ചുകൊള്ളൂ, അങ്ങ് താങ്ങിയാൽ മതി. ഏത് ബന്ധങ്ങളും അറ്റുകൊള്ളട്ടെ, അങ്ങയുടെ ശുശ്രൂഷയുമായി എനിക്ക് ഉള്ള ബന്ധം, അങ്ങയുമായുള്ള ബന്ധം അറ്റുപോകാതിരുന്നാൽ മതി. ഇത് ദൈവത്തോട് പറഞ്ഞപ്പോൾ താൻ കേട്ട ശബ്ദം, ഇതാ ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഉണ്ട് എന്ന്. അങ്ങനെ ദൈവത്തിന്റെ ഉറപ്പിന്റെ സാക്ഷ്യം കേട്ട ഡേവിഡ് ലിവിങ്സ്റ്റൺ, ചരിത്രം പറയുന്നത് അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ച സങ്കീർത്തനമാണ് 121 സങ്കീർത്തനം. ഒരു ഭക്തൻ ഇത്രയും സംരക്ഷണത്തിന്റെ ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? അതുകൊണ്ടാണ് നഷ്ടങ്ങൾ വന്നിട്ടും തകർച്ചകൾ വന്നിട്ടും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ ഡേവിഡ് ലിവിങ്സ്റ്റൺ
ആഫ്രിക്കയിൽ സുവിശേഷത്തിന്റെ വിത്ത് പാകിയത്. അതേ പ്രിയമുള്ള സ്നേഹിതരെ, നമുക്കുള്ള പ്രൊട്ടക്ഷൻ വളരെ വലുതാണ്. നമ്മെ സൂക്ഷിക്കുന്ന ദൈവം ഏതൊക്കെ തരത്തിൽ നമ്മെ സൂക്ഷിക്കുന്നു. നമ്മൾ വായിക്കുന്നത്, നമ്മുടെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കുന്നില്ല, നമ്മെ കാക്കുന്നവൻ മയങ്ങുന്നില്ല. നമ്മുടെ ദൈവം നമുക്ക് പരിപാലകനായിട്ടുണ്ട്. ഒരു പ്രകൃതി ശക്തിയും നമ്മെ ഇല്ലാതാക്കുകയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യമാണ് അതിന്റെ 7ാമത്തെ വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവിടുത്തെ സംരക്ഷണം വ്യക്തിപരമാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം സൂക്ഷിക്കും. എങ്ങനെ? നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും, നാം പുറപ്പെട്ടു പോകുന്നതും നാം തിരികെ വരുന്നതും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം നമ്മെ സൂക്ഷിക്കും. ഈ ഉറപ്പോടുകൂടി ആകട്ടെ നമ്മുടെ ആത്മീക യാത്ര. നമുക്ക് കർത്താവേ, ഞങ്ങളെ ഇന്ന് രാവിലെ കേൾപ്പിച്ച സന്ദേശത്തിന്റെ ദൈവത്തോട് നന്ദി പറഞ്ഞു. ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. God bless you all. Have a blessed day.